നടനും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനായി. ഇന്നായിരുന്നു വിവാഹം. താൻ വിവാഹിതനാവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഷിയാസ് വ്യക്തമാക്കിയിരുന്നു. പ്രതിശ്രുത വധുവൊപ്പമുള്ള സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹക്കാര്യം താരം സൂചിപ്പിച്ചത്. നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങിപ്പോകുകയായിരുന്നു. അതിന്റെ കാരണത്തെക്കുറിച്ച് താരം പറഞ്ഞെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞിരുന്നത്. ഇത്രയും നാൾ വിവാഹക്കാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചതിന്റെ കാരണത്തെക്കുറിച്ച് പറയുകയാണ് ഷിയാസ് കരീം ഇപ്പോൾ. എനിക്കും ആ പെൺകുട്ടിക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട്. അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു വിവാഹത്തിനോട് അടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കുക എന്നത്. ഇപ്പോൾ ഷിയാസിന്റെ വിവാഹ റിസപ്ഷൻ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വിവാഹശേഷം ഗൾഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അവിടെ തന്റെ ജിം ബിസിനസ് നന്നായി പോകുന്നുണ്ടെന്നും ഇനി കൂടുതൽ ബിസിനസ് പ്ലാനുകൾ ഉണ്ടെന്നും ഷിയാസ് പറയുന്നു. അതേസമയം കേരളത്തിലെ അറിയപ്പെടുന്ന മോഡലും സോഷ്യൽ മീഡിയ താരവുമാണ് ഷിയാസ് കരീം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ടെലിവിഷൻ പരിപാടികളുടെയാണ് ഷിയാസ് ജനകീയനാവുന്നത്. ബിഗ് ബോസിന് ശേഷം സ്റ്റാർ മാജിക് അടക്കം നിരവധി പരിപാടികളിൽ താരം പങ്കെടുത്തിരുന്നു. ഷിയാസ് കരീം സ്റ്റാർ മാജിക്, ബിഗ് ബോസ് തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത്. അന്ന് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ എന്ന ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. പക്ഷേ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആലോചന വിവാഹത്തിലേക്ക് കടക്കാഞ്ഞത്. പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നുവെന്നും ഷിയാസ് കരീം പറയുന്നു. ആ കാലം മുതൽ അവളുടെ ഉമ്മ എനിക്ക് എൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെയായിരുന്നു. ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു. അവരെനിക്ക് വലിയ ആശ്വാസമായി. ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പാസ്റ്റ് ഉണ്ടെന്നും ഷിയാസ് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഒരു തവണ മുടങ്ങിപ്പോയതാണ്.